റൈസിംഗ് ഹരിയാന. ഹരിയാനയിലെ പോലീസ് സേനയെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കർശന നിർദ്ദേശങ്ങൾ നൽകി മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. കുറ്റവാളികളെ പിടികൂടുന്നതിൽ കാലതാമസം ഉണ്ടാകരുത്. അവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണം. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സുരക്ഷയ്ക്കായി ശക്തമായ നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. സംസ്ഥാനത്ത് ക്രമസമാധാന നില ഉറപ്പാക്കിയാണ് ഹരിയാന സർക്കാർ മുന്നേറുന്നത്. കുറ്റകൃത്യങ്ങളോട് അത് പിടിച്ചുപറി കേസാണെങ്കിലും സന്ധിയില്ലാത്ത നിലപാടാണ് സൈനി സർക്കാരിൻ്റേത്. പിടിച്ചുപറി പോലുള്ള ഹീന കുറ്റകൃത്യങ്ങൾ ഒരു സാഹചര്യത്തിലും വച്ചുപൊറുപ്പിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി പറഞ്ഞു. തത്സമയ കുറ്റകൃത്യ റിപ്പോർട്ടിങ്ങിനും വിശകലനത്തിനും സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപകമാക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. പോലീസ് സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമവും പ്രതികരണശേഷിയുള്ളതുമാക്കുകയാണ് പുതിയ പദ്ധതികളിലൂടെ. ഇതിലൂടെ പൊതുജനങ്ങൾക്ക് ജീവിക്കാൻ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുകയാണ് സൈനി സർക്കാർ. राष्ट्रीय ध्वज को पकड़कर और ईश्वर को साक्षी मानकर जो शपथ ली है वह आपको जनता की सेवा कुशलता से करने के लिए जीवन भर प्रेरित करेगी. आपको यह भी याद रखना होगा कि आपके द्वारा लिए गए प्रत्येक निर्णय का समाज पर गहरा प्रभाव पड़ता है. आपको समाज में हर नागरिक को समान अधिकार देना है और उनके बीच विश्वास पैदा करना है. आपकी भूमिका सिर्फ अपराधियों को पकड़ने की नहीं है. आपको समाज में शांति, सद्भाव और सहयोग का माहौल भी बनाना है. ജനങ്ങളുടെ കാവൽക്കാരാണ് പോലീസുകാർ. കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുകയും വേണം. പൂർണ്ണ ജാഗ്രതയോടെയും സന്നദ്ധതയോടെയും വേണം പോലീസ് പ്രവർത്തിക്കാൻ. ക്രിമിനൽ കേസുകളിൽ നടപടികൾ വേഗത്തിലാക്കണം. സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന സംസ്ഥാനമാണ് ഇന്ന് ഹരിയാന. സ്ത്രീകൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷമൊരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് സൈനി ആവർത്തിച്ചു. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സുരക്ഷയ്ക്കായി ശക്തമായ നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി പോലീസിന് നൽകുന്നത്. സ്കൂളുകളിലും കോളേജുകളിലും നിരന്തരം പരിശോധന നടത്തണം. വിദ്യാർത്ഥിനികളെ ബോധവൽക്കരിക്കുകയും അനിഷ്ട സംഭവങ്ങൾ തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും വേണം. സ്കൂൾ കോളേജ് സമയങ്ങളിൽ പ്രത്യേക പട്രോളിംഗ് ക്രമീകരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വിദ്യാർത്ഥിനികൾ, ജോലിക്കാരായ സ്ത്രീകൾ എന്നിവരുമായി പോലീസ് നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട്. വിവിധ ഹോട്ട്സ്പോട്ടുകളും സെൻസിറ്റീവ് റൂട്ടുകളും പോലീസ് ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പ്രദേശങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് സാന്നിധ്യവും ഇപ്പോൾ ശക്തവുമാക്കി. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഭയമോ അസൗകര്യമോ ഉണ്ടാകാതിരിക്കാൻ സുരക്ഷാ നടപടികൾ പതിവായി അവലോകനം ചെയ്യണം. പൊതുജന സുരക്ഷയ്ക്കാണ് സൈനി സർക്കാർ മുൻഗണന നൽകുന്നത്. മാർക്കറ്റുകളിലും തിരക്കേറിയ പൊതു ഇടങ്ങളിലും പ്രത്യേകിച്ച് തിരക്കേറിയ സമയങ്ങളിൽ പോലീസ് പട്രോളിംഗ് പതിവാണ്. സ്ത്രീ സുരക്ഷയ്ക്കായി ദുർഗാശക്തി സേനയുടെ പ്രത്യേക പട്രോളിംഗിനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് മയക്കുമരുന്ന്, ലഹരി ഉപഭോഗവും വിതരണവും നിയന്ത്രിക്കുന്നതിന് ശക്തമായ നടപടികളാണ് സൈനി സർക്കാർ സ്വീകരിക്കുന്നത്. नशा समाप्त होगा तो हमारा युवा स्वस्थ होगा, समाज स्वस्थ होगा और देश स्वस्थ होगा. जब युवा स्वस्थ होगा, समाज और देश स्वस्थ होगा, देश के यशस्वी प्रधानमंत्री आदरणीय मोदी जी का वो सपना पूरा होगा जो संकल्प मोदी जी ने विकसित राष्ट्र का लिया है. ഓരോ ജില്ലയിലും പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിനായി നിയോഗിക്കും. ഏകോപിതവും ശക്തവുമായ പ്രചാരണമാണ് ലഹരിക്കെതിരെ പോലീസ് നടത്തുന്നത്. ഹരിയാനയെ ലഹരി വിമുക്തമാക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുന്നു. മയക്കുമരുന്ന് വിൽപ്പനക്കാർക്കെതിരെ പോലീസ് കർശന നടപടിയാണ് സ്വീകരിക്കുന്നത്. കുറ്റവാളികൾക്ക് വേഗത്തിലുള്ള ശിക്ഷ ഉറപ്പാക്കാൻ പ്രോസിക്യൂഷൻ പ്രക്രിയ വേഗത്തിലാക്കാനും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ട്.
ഹരിയാന ഉദയ് പരിപാടികളിലൂടെയാണ് ലഹരിക്കെതിരായ അവബോധം സർക്കാർ വളർത്തുന്നത്. 7.5 ലക്ഷത്തിലധികം യുവാക്കളുടെ പങ്കാളിത്തത്തോടെ സൈക്ലത്തോൺ യാത്ര സർക്കാർ സംഘടിപ്പിച്ചു. ജില്ലകൾ കേന്ദ്രീകരിച്ചും ബോധവൽക്കരണ പരിപാടികൾ ശക്തമാക്കിയിട്ടുണ്ട്. लगातार हरियाणा के अलग अलग कोनों में चाहे मैराथन जैसे इवेंट्स हो, चाहे साइक्लोथॉन जैसे हो या रागरी जैसे कार्यक्रम हो, इन सब कार्यक्रमों का एक ही उद्देश्य है मित्रों कि हरियाणा से नशे को जड़ से समाप्त करना है. പോലീസ് സംവിധാനത്തിന്റെ ഫലപ്രാപ്തിയും പൊതുജന സൗഹൃദവും ഉറപ്പിക്കാനും സൈനി സർക്കാരിനായി. സേനയിലെ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റവും പ്രവർത്തന ശൈലിയും മെച്ചപ്പെടുത്തുന്നതിന് ശക്തമായ നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി നൽകി വരുന്നത്. ഡ്യൂട്ടി സമയത്തോ യൂണിഫോമിലോ മദ്യപിച്ചാൽ കർശന നടപടിയെടുക്കും. നിരുത്തരവാദമായ പെരുമാറ്റം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പക്ഷം.